ആ തുടിപ്പ് ഒരു കുഞ്ഞു മനുഷ്യനായി ഭൂമിയിൽ പിറവി കൊണ്ടു. അമ്മയുടെ തോളിൽ ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ ഉറങ്ങും. ഈ കണ്ടത് വയനാട് സ്വദേശിനി മുഹ്സിനിയെയും ഭർത്താവ് ഇക്ബാലിനെയും അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞ് മുഹമ്മദ് ഇജാസിനെയുമാണ്. ഉള്ളു നിറയുന്ന ഈ സന്തോഷിച്ചിരിക്കു പിന്നിൽ ഭയപ്പെട്ടതിൻ്റെ, ധൈര്യം പകർന്നതിൻ്റെ, നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു കഥയുണ്ട്. ദൈവം ഒരു രോഗം തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അത്രയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ചിട്ടുണ്ടായത്. പക്ഷെ ഇവിടെ എത്തിയപ്പം, മേഡത്തിൻ്റെ അടുത്ത് എത്തിയപ്പം ഞങ്ങൾക്കത് പൂർണ്ണമായി. എന്തായാലും ഞങ്ങൾക്ക് കുഞ്ഞാവിനെ കിട്ടും എന്നുള്ളത് ഒരു ഉറപ്പായതുകൊണ്ട് ഞങ്ങൾ ഇവിടം വരെ എത്തി. ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. 5ാം മാസത്തിലാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയത്തിൻ്റെ പമ്പിങ് മോശം അവസ്ഥയിലാണെന്ന് മനസ്സിലാവുന്നത്. ജീവനോടെ പുറത്തെത്തുകയെന്നത് ഏറെ പ്രതിസന്ധി എന്നായിരുന്നു പലരും പറഞ്ഞത്. എന്നാൽ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിച്ച് കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെത്തി. അവിടെയുള്ള ഡോക്ടർമാർ ആ കുഞ്ഞു മനുഷ്യനെ ഭൂമിയിലെത്തിക്കാമെന്ന് ഉറപ്പ് നൽകി. കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് വളരെ മോശമായിരുന്നു. അതായത് കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടുമെന്ന് ഓൾമോസ്റ്റ് ഉറപ്പായ അവസ്ഥയിലാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. നമുക്കതിനൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റി, അതിനെ ഉള്ളിൽ വെച്ച് തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റിയെന്നുള്ളതും, ജനിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടിക്ക് പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തു. എന്നിട്ട് വളരെ സന്തോഷത്തോടെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങൾ ആസ് എ ഫാമിലി ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. മാനന്തവാടി ഗവൺമെൻറ് ഡോക്ടർ നസീറാബാനി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, രേണു പി കുറുപ്പ് എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് വിംസിൽ, നിങ്ങളൊന്ന് ഫീറ്റൽ എക്കോ എടുക്കാം. ഞങ്ങൾ ഫീറ്റൽ എക്കോ എടുക്കാൻ വന്നതാണ്. ഇന്ന് ഞങ്ങൾ കുഞ്ഞാവനെ കൊണ്ടാണ് പോകുന്നത്. വളരെ സന്തോഷമാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നത്, ഇന്ന് ഞങ്ങൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നത്. വയറിൽ വെച്ച് ബലൂണിട്ട് വാൽവ് വികസിപ്പിക്കാൻ നടത്തിയ ആദ്യ ശ്രമം പരാജയപ്പെട്ടു. പ്രതീക്ഷ കൈവിട്ടില്ല, കാത്തിരുന്നു. 3 ദിവസം കഴിഞ്ഞ് നടത്തിയ ശ്രമം ഒടുവിൽ വിജയം കണ്ടു. സന്തോഷത്തിൻ്റെ കണ്ണീർ പൂക്കൾ അവിടെയുള്ള മനുഷ്യരുടെ കവിളിൽ ചുംബിച്ചു. ഒരു ഗുഡ്സ് ഓട്ടോ ഓടിച്ചുകൊണ്ട് ജീവിതം അല്ലെങ്കിൽ കുടുംബത്തെ പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരു ഓട്ടോ ഉണ്ട്, ഗുഡ്സ് ഓട്ടോ ഉണ്ട്, അത് വിറ്റ് എത്രയാണോ കാശ് കിട്ടുന്നത് ഞാൻ തരാം, എൻ്റെ അടുത്ത് വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആകെയുള്ള ഒരു ജീവിതോപാധിയായിരുന്നു. അപ്പോൾ ഞങ്ങളത് പറഞ്ഞു, അതൊന്നും വേണ്ട, ചികിത്സ ഞങ്ങൾ ഏറ്റെടുത്തോളാം, അതിലൊരു പ്രശ്നമൊന്നുമില്ല, നിങ്ങളെ കൺസെൻറ്റ് കിട്ടിയാൽ മതി. കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു ഉദ്യമം ഏറ്റെടുക്കുന്നതും വിജയം കൈവരിക്കുന്നതും. ഇന്ത്യയിൽ 4ാമത്തേതുമാണ്. ഇജാസ് എന്ന പേരിൻ്റെ അർത്ഥം അത്ഭുതം എന്നാണ്. ആതുരാലയത്തിൻ്റെ ഉറപ്പും അമ്മയുടെ ധൈര്യവും ഒത്തുചേർന്നപ്പോൾ ഇജാസ് ഒരു അത്ഭുതമായി മാറി. വേണുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.